നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പോലീസ് ആക്ട് 2011. ഓരോ സെക്ഷനായിട്ട് നോക്കാം. സെക്ഷൻ 1 കേരള പോലീസ് ആക്ട് 2011 എന്നാണ് പറയുന്നത്. സെക്ഷൻ 1. സെക്ഷൻ 3 ആണ് പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. സെക്ഷൻ 3 പറയുന്നു പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. എന്താണ് സെക്ഷൻ 4 പറയുന്നത്? പോലീസിൻ്റെ ചുമതലകൾ. ചുമതല 4 അക്ഷരമുണ്ട്, അങ്ങനെ ആലോചിക്കാം. സെക്ഷൻ 7 കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള പൊതുജനങ്ങളുടെ അവകാശം. അതാണ് സെക്ഷൻ 7 പറയുന്നത്. എന്താണ് സെക്ഷൻ 8? പോലീസ് സ്റ്റേഷനുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് സെക്ഷൻ 8 പറയുന്നത്. സെക്ഷൻ 14 എന്താ പറയുന്നത്? കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കണം. ഇനി അത് 14 ക്ലോസ് 1 പറഞ്ഞത് കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് ഉണ്ടായിരിക്കണം. അതിൽ ക്ലോസ് 2 ഈ പോലീസിൻ്റെ ഓർഡറാണ് പറയുന്നത്. പദവികളുടെ ഓർഡർ: CPO, SCPO, ASI, SI, CI, DYSP, SP, DIG, IG, ADGP, DGP, DGP ആൻഡ് SPC. ഈ DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫാണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. നമുക്ക് ക്ലോസ് 3 എന്താണെന്ന് നോക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പദവിയുമായി ഇക്വലൻ്റ് ആയിട്ടുള്ള ചില പദവികൾ കാണും. അടുത്ത് പറയുന്നു 4. ഈ പദവികൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റിന് കറക്റ്റ് ചെയ്ത് വേറെ നെയിമൊക്കെ കൊടുക്കണതിന് കുഴപ്പമില്ല. സെക്ഷൻ 21 പറയുന്നത് സ്പെഷ്യൽ സ്ക്വാഡ് ഫോർമേഷനെ പറ്റി സെക്ഷൻ 21 പറയുന്നത്. അടുത്ത് എന്താണ് സെക്ഷൻ 29 പറയുന്നു ബിഹേവിയർ ഓഫ് പോലീസ്. പോലീസിൻ്റെ പെരുമാറ്റമാണ്. ക്ലോസ് 1 പറയുന്നു പോലീസ് മാന്യമായി പെരുമാറുക. സെക്ഷൻ 2 പറയുന്നു അധികാര ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. ആരെയും ഇങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നും പാടില്ല. പോലീസിൻ്റെ പവർ ഉപയോഗിച്ചെന്തെങ്കിലും ചെയ്യുമെന്ന്. ക്ലോസ് 3 പറയുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഇരയോടും വിക്ടിമിനോടും ദയയോടെ പെരുമാറുക. ക്ലോസ് 4 പറയുന്നു ആക്രമണോത്സുക വർജിക്കുക. ക്ലോസ് 5 പറയുന്നത് കസ്റ്റഡിയിലുള്ളവരോട് ദയാപൂർവം പെരുമാറുക. ക്ലോസ് 6 പറയുന്നു മാന്യമായ വസ്ത്രധാരണം. അടുത്ത സെക്ഷൻ 31 നോക്കാം. പോലീസിലെ വിവരങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിക്കുക. ക്ലോസ് 1 അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കുക. ക്ലോസ് 2 പറയുന്നു നമുക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വിവരങ്ങൾ വെളിപ്പെടുത്താം. ക്ലോസ് 3 പറയുന്നു ഏതെങ്കിലും കുറ്റവാളിയുടെ ഇൻ്റർവ്യൂ ചാനൽസിനോ മാധ്യമങ്ങൾക്കോ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ അനുമതി നിർബന്ധമായും വാങ്ങിയിരിക്കുക. അതാണ് ക്ലോസ് 3 പറയുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നു സെക്ഷൻ 33. സെക്ഷൻ 33 ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം, ഒരു പബ്ലിക്കിൽ നടക്കുന്ന ഒരു കാര്യം, അതായത് പ്രൊസീജിയർ പോലീസിന് വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. അതാണ് ക്ലോസ് 1 പറയുന്നു. ക്ലോസ് 2 പറയുന്നു പൊതുജനങ്ങൾക്ക് വീഡിയോ എടുത്ത് സൂക്ഷിക്കാം.